ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. Today the Holy Spirit wanted to tell ഈ us, പട്ടണത്തിൽ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു വേർതിരിച്ച് ഈ ദേശത്തിന്റെ നടുവിൽ നിർത്തിയിരിക്കുന്നെങ്കിൽ, God had chosen us and bring this to this country. നമ്മുടെ മേൽ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളെ ദൈവം ചൂസ് ചെയ്തിരിക്കുന്നത്. There's a purpose behind it. അതിനെ തകർത്ത് കളയാൻ, To destroy that, അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, to take you out of അതിൽ from the നിന്ന് നിങ്ങളെ purpose, തകർത്ത് കളഞ്ഞ് നിങ്ങളുടെ വിഷനെ തെറ്റിച്ച് കളയാൻ, to destroy you from the ദൈവത്തിന്റെ vision, പർപ്പസിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് കളയാൻ to divert you from the vision. ശത്രു എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. Satan always trying. എന്നാൽ എപ്പോഴാണ് നിങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയുന്നത്? How you can overcome it? ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിനാൽ ജയിക്കാൻ കഴിയും. Through Holy Spirit we can overcome it. ആമേൻ. Hallelujah. അതുകൊണ്ട് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ്. So we need the filled by the Holy Spirit. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. We need the thirsty to be filled with Holy Spirit. ചെറിയ ഒരു കാര്യമല്ല. It's not a simple thing. നമ്മൾ ഇവിടെ പാടുന്നുണ്ട്, We are singing നമ്മൾ here, പ്രസംഗിക്കുന്നുണ്ട്, we are preaching here. കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കാൻ തക്കവണ്ണമുള്ള ആഗ്രഹം We have പ്രകടിപ്പിക്കുന്നുണ്ട്. the desire to stand for God, എന്നാൽ പലപ്പോഴും നമുക്ക് ജയിച്ച് മുന്നേറാൻ കഴിയുന്നില്ല. but sometimes we can't പലപ്പോഴും നമ്മൾ overcome. സാഡ് ആകുന്നു. Sometimes you are sad. ജീവിത സാഹചര്യ നടുവിൽ നമുക്ക് വയ്യ കർത്താവ് ഇനി മതി എന്ന് പറയുന്നു. Sometimes we are giving up. നമുക്ക് ഏലിയാവിന്റെ ജീവിതത്തിൽ കാണാൻ We കഴിയുന്നുണ്ട്. can see that in ഏലിയാവ് Elijah's തളർന്നുപോയ life. അവസ്ഥ കാണുന്നുണ്ട്. He sometimes ഏലിയാവ് tired. പറയാ, കർത്താവ് ഇനി എനിക്ക് വയ്യ, He said, I can't do it. എനിക്ക് മതിയായി, I done. ഇവിടെ കൊണ്ട് ഞാൻ നിർത്താം. I'm gonna stop പക്ഷെ this. ഏലിയാവിന്റെ മേൽ ദൈവം ഇട്ട പർപ്പസും ഏലിയാവിന്റെ കോളിംഗും വേറെ ആയിരുന്നു. The purpose and the vision for Elijah ഇന്ന് was പകൽക്കാലം ഇവിടെ different. ഇരിക്കുന്ന ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കുക, എന്റെയും നിങ്ങളുടെയും കോളിംഗ് വലുതാണ്. Dear beloved believers, you have to know that the purpose and the vision for us from the God അത് is ഫുൾഫിൽ different. ചെയ്യണമെങ്കിൽ, We have to fulfill അത് it. നിനക്ക് പൂർത്തീകരിക്കണമെങ്കിൽ If you need to complete the vision, പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചേ we മതിയാകുള്ളൂ. need the Holy Spirit. പരിശുദ്ധാത്മാവിനെ നീ ഫുൾഫിൽ ആയാൽ If you fulfill with the Holy നാം Spirit, പോലും അറിയാത്തൊരു ജയകരമായ ജീവിതം we can lead a നമ്മെ life. കൊണ്ട് നയിപ്പിക്കുവാൻ തക്കവണ്ണം We can lead a Christian കർത്താവ് നമ്മെ life, സഹായിക്കും. successful Christian life through നമ്മളിപ്പോൾ Christ. പരാജിതരായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. If you are failure in എന്നാൽ the നമ്മൾ life, പരാജയത്തിൽ നിന്ന് പയ്യെ നമ്മുടെ ഇവിടെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നത് പോലെ പരാജയത്തിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ ഉരുവിടുമ്പോൾ പയ്യെ നമ്മൾ ജയിച്ചു കയറുന്ന ആ ഒരു നിലവാരത്തിലല്ല ദൈവം നമ്മെ ജയിപ്പിക്കാൻ പോകുന്നത്. some of the motivation speakers telling that you can tell you can repeat it to your mouth, you will be overcome. പല കാര്യങ്ങളും എന്താണ് പോസിറ്റീവ് കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന ഈ ലോകത്തിലുള്ള എന്താണ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നത്. Motivation speakers was telling that if you tell positive things, it's going to happen in your life. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലും അവർക്ക് പരാജയങ്ങൾ കടന്നു വരുന്നുണ്ട്. But they also face the failure in their life. പരാജയത്തെ ജയിക്കാൻ കഴിയാതെ വണ്ണം അവർ അവരുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടിരുന്നു. Sometimes we can see the people they are trying to suicide themselves. ആമേൻ. Hallelujah. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ലോകത്തിൽ കടന്നു വരുന്നത് പോലെയുള്ള ലോക മനുഷ്യർക്ക് അനുഭവിക്കുന്നത് പോലെയുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നു വരാം. But as a Christian people, we also need to face lots of problems in our life. എന്നാൽ ആത്മാവിനാൽ നടക്കുന്ന ഒരുവനാണ് നാമെങ്കിൽ, If you are going walk with the Holy Spirit, ആത്മാവിനാൽ മുന്നേറുന്ന ഒരുവനാണ് നാമെങ്കിൽ, if you are going with the Holy Spirit, ലോക മനുഷ്യൻ പരാജയപ്പെടുന്നത് പോലെ, the worldly people may ലോക fail, മനുഷ്യൻ ഹല്ലേലൂയ അധപ്പതിക്കുന്നത് പോലെ, the worldly people may ലോക fail, മനുഷ്യർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചതുപോലെ the worldly people നീ finish നിന്റെ their ജീവിതം അവസാനിപ്പിക്കുകയില്ല. you don't finish your life. പലപ്പോഴും എന്റെ ജീവിതം ഞാൻ തന്നെ അവസാനിപ്പിക്കാൻ പോവുക ദൈവമേ എന്നുള്ള തീരുമാനം നീ എടുത്തിട്ടുണ്ടാകാം. Sometimes we decided to finish our life, എന്നാൽ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല. but God is not deciding that നീ one. ജയിച്ച് കയറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. God want you to win. നിനക്ക് വേണ്ടി ജയിച്ച ഒരു കർത്താവുണ്ട്. There is a God for you. നീ എന്തെങ്കിലും ചെയ്തിട്ടല്ല നീ ജയിക്കാൻ പോകുന്നേ. You are not going to win through your life. നിനക്ക് വേണ്ടി ശത്രുവിന്റെ തന്ത്രങ്ങളെ ജയിച്ച് കാൽവരിയിൽ ജയം കൊണ്ടൊരു കർത്താവുണ്ട്. There is a God for you to be crucified and raised. ആ കർത്താവിനെ ആത്മാവിൽ നീ അനുഭവിച്ചറിയാൻ തുടങ്ങിയാൽ, If you experience by Holy Spirit, ആ കർത്താവ് നമ്മെ ജയിപ്പിക്കും. He will make you win. പരാജയത്തിൽ നിന്ന് നമ്മൾ ഒറ്റയടിക്ക് ജയത്തിലേക്ക് കയറാനാ പോകുന്നേ. We are going to be lead a successful life all of a sudden. ആമേൻ. Hallelujah. പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് കടന്നു കയറുന്നത്, If you are going from the failure to succeed, അങ്ങനെ നമ്മെ ജയിപ്പിക്കാൻ പരിശുദ്ധ ആത്മാവിനെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. Holy Spirit is here for us. ഇന്ന് പകൽക്കാലം എത്ര പേർ അതിനു വേണ്ടി ദാഹിക്കും? If you have a thirsty for it, കർത്താവ് എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ ഒരു ദാഹമുണ്ട്. dear God, I have a thirsty for കർത്താവ് you. എന്റെ മേൽ അത് പകരണമേ. Please fill me. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിലേക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് നാം കടന്നു വരുമ്പോൾ, If you go into the Old Testament, ദൈവത്തിന്റെ പർപ്പസിനെ ദൈവം പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി to fulfill the God ദൈവം purpose, തന്റെ ആത്മാവിനെ പലപ്പോഴും ഈ ഭൂമിയിലേക്ക് അയച്ചിരുന്നു. sometimes the Holy Spirit come to the world. മനുഷ്യന് സ്വയമേ
ദൈവം ഉദ്ദേശിച്ച പർപ്പസ് ചെയ്തെടുക്കാൻ കഴിയത്തില്ലായിരുന്നു. Human being cannot do the purpose. അതുകൊണ്ട് ദൈവം രാജാക്കന്മാരുടെ മേലും That's why God chooses ദൈവം ന്യായാധിപന്മാരുടെ മേലും God chooses kings, ദൈവം പ്രവാചകന്മാരുടെ മേലും judges and ദൈവം prophets. തന്റെ അഭിഷേകത്തിന്റെ ആത്മാവിനെ പകർന്നു. God filled them with the presence അവർ of the Lord. അമാനുഷികമായ ദൈവപ്രവൃത്തികൾ തന്റെ ആത്മാവിനാൽ ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു. They have done the extra supernatural works through them. ആമേൻ. Hallelujah. എന്നാൽ ആ ഒരു ദൈവിക പർപ്പസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം Once they finished the work, ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോയി. the presence of the Lord returned to heaven. എന്നാൽ ആ ആത്മാവിനാൽ ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്തെടുത്ത ഭക്തന്മാർ, So the man who fulfilled the purpose of the God, അവരിൽ ആരും ദൈവത്തിന് മുൻപാകെ ഈ ആത്മാവിന്റെ ആ ഒരു നിറവിന് വേണ്ടി ഇനി ഞങ്ങൾ കാംക്ഷിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുന്നില്ല. they ശ്രദ്ധിക്കണേ. didn't have the thirsty to be filled by the Holy Spirit every time. ഇവരാരും ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞതായി കാണാൻ We കഴിയുന്നില്ല. can't see them, or they had the thirsty for the presence എന്നാൽ of the നമുക്ക് Lord. ഒരു വ്യക്തിയെ കാണാൻ So കഴിയുന്നുണ്ട്. we can see a man. അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി മനസ്സിലാക്കി. He realized the power of the Holy അത് Spirit. മറ്റാരുമല്ല, ദാവീദായിരുന്നു. He is none of them. It is ദാവീദ് David. തന്റെ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു, David realized that എനിക്ക് സൈന്യമുണ്ട്, I have a people. എനിക്ക് അനേക സൈന്യത്തിന്റെ ബാഹുല്യമുണ്ട്. I have the power of the soldiers. ഹാലലൂയ. എന്റെ മുമ്പിൽ കടന്നു വരുന്ന സൈന്യബലത്തെ I can see the enemies. അവർ ആയിരം പേർ എന്റെ മുമ്പിൽ പാളയമിറങ്ങിയാലും There are thousands of enemies in അവരെ front of me. ജയിക്കാൻ കഴിയും എനിക്ക്. I can overcome അത് them. ഞാൻ ജയിക്കുന്നത് ഈ എന്റെ കൂടെയുള്ള സൈന്യബലത്താലല്ല, I'm not overcome this എന്റെ through കൂടെ my ഒരു power. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. I have the Holy Spirit in എന്റെ me. കൂടെ ഉള്ളത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. I have the power of the ആ Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഞാൻ ഈ ജനത്തെ, ഈ എന്റെ നേർക്ക് വരുന്ന സൈന്യബലത്തെ ഞാൻ ജയിക്കും. I will overcome the enemies through the presence of the ഇതിന്റെ Lord. നല്ല ഉറപ്പ് ദാവീദുണ്ടായിരുന്നു. David has that confidence. പ്രിയരെ, ഈ ജയങ്ങളെല്ലാം ദാവീദ് നേടിയെടുത്തിട്ട് David has this ശ്രദ്ധിക്കണേ, successful life. ദാവീദ് ജയിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. When he win the battles, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഈ ജയം നേടിയെടുത്ത് മടങ്ങി വന്ന ദാവീദിനെ പുകഴ്ത്തുവാൻ തക്കവണ്ണം ആയിരം പേർ വീതികളിൽ ഉണ്ടായിരുന്നു. there are a lot of people who were waiting for David to be അവനെ praised. അഭിനന്ദിക്കുവാൻ ആൾക്കാരുണ്ടായിരുന്നു. There are a lot of people appreciated എന്നാൽ David. ഭവനത്തിൽ മടങ്ങി വന്ന ദാവീദ്, When David came back to home, ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. he realized one thing. അവൻ എന്തോ ഒരു ശൂന്യത മനസ്സിലാക്കാൻ കഴിയുന്നു. He felt an emptiness in his life. എന്താണ് ആ ശൂന്യത? What was the emptiness? അവൻ യുദ്ധത്തിന് അവനെ നയിച്ച ദൈവത്തിന്റെ ആത്മാവ് അവന്റെ കൂടെ ഇല്ല. He realized that the presence of the Lord was no more with him. യുദ്ധത്തിന് അവന്റെ കൂടെ നിന്ന, അവനെ അഭിഷേകം ചെയ്ത, അവനെ ജയിക്കുവാൻ വേണ്ടി നയിച്ച ആ ആത്മാവിന്റെ ശക്തിയുടെ ചോർച്ച അവൻ അനുഭവിക്കുന്നു. He realized that the one who make him win, the presence of the Lord was not with him anymore. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയാണ്. He started to pray. എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? What did he pray? ദൈവമേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. God, please don't take away the presence of the Lord from me. നോക്കണം, ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കാംക്ഷിക്കുന്നത് പുതിയ നിയമത്തിലല്ല, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ സ്ഥിരമായി ദൈവം ആത്മാവിനെ ഭൂമിയിലേക്ക് അയക്കാത്ത ഒരു കാലത്ത് ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. We can see a man who really have a thirst for the Holy Spirit and the presence of the Lord. ദാവീദ് അപ്രകാരം തേഴ്സ്റ്റായി മാറിയത്? Why David had the thirst for God? അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഈ ആത്മാവിന്റെ സാന്നിധ്യമില്ലാതെ എനിക്ക് ജയകരമായ ജീവിതം നയിക്കാൻ He കഴിയത്തില്ല. realized that I cannot live a successful life without the Holy Spirit. നമുക്കറിയാം, ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പരാജയങ്ങൾ വലുതായിരുന്നു. We can see that David has lots of failure in his life. അവൻ പല നിലകളിലും അവൻ പരാജയപ്പെട്ടു പോയി. He failed lots of areas in his life. എന്നാൽ അവിടെയൊക്കെ അവൻ ജയിച്ചു വന്നത് ദൈവത്തിന്റെ ആത്മാവിലായിരുന്നു. How he become win in the life? Because he got the Holy Spirit. അവനെ എവിടെയൊക്കെ പരാജയപ്പെടുത്തി ദൈവം അവന്റെ മേൽ ഇട്ടിരുന്ന ദൈവിക പദ്ധതികളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുവാൻ വേണ്ടി ശത്രുവായൻ ഒരുക്കിയ കെണികൾക്കകത്ത് അവൻ വീണുപോയപ്പോഴും അവിടെ നിന്നും അയ്യോ ദൈവമേ, എന്നെ വിടുവിപ്പാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ മടങ്ങി വന്നതിന്റെ കാരണം ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം അവനുണ്ടായത് കൊണ്ടായിരുന്നു. David also encountered lots of sin in his life and be failed in his life, but he returned back to the presence of the Lord because he ദാവീദുണ്ടായ പരാജയങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. I'm not explaining what he got failed. പഠിക്കുമ്പോൾ ദാവീദുണ്ടായ പരാജയങ്ങളെ അവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. We can see lots of sins David did. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടി ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ, when he submitted his heart to പിന്നെ God, അവൻ പരാജയപ്പെട്ടത് ദൈവത്തിന് അവനെ കാണാൻ we കഴിയുന്നില്ല. can't see any time he failed again. എവിടെയാണോ അവൻ പരാജയപ്പെട്ടത്, Wherever he failed in his എവിടെയാണോ അവൻ life, വീണുപോയത്, wherever he fall, എവിടെയാണോ അവൻ തകർന്നു പോയത്, wherever he destroyed, അവിടെ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് കാണാൻ he കഴിയുന്നത്. raised back
back from that. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം തന്നെ പറയുന്നു, In the word of God we see, ഇവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. he is my heart desire. എന്തുകൊണ്ടാ ദാവീദിനെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയാൻ കാരണം? What God said it. അവൻ മനസ്സിലായി, എന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടാൻ തുടങ്ങിയാൽ When David realized that if I എനിക്ക് go, ജയിക്കാൻ കഴിയും. I can win a life. എവിടെയൊക്കെയാണോ ഞാൻ പരാജയപ്പെട്ടത്, Wherever I fail, എവിടെയൊക്കെയാണോ ഞാൻ വീണുപോയത്, wherever I fall, അവിടെയൊക്കെ എന്നെ ജയിപ്പിക്കുവാൻ കഴിയുന്ന ആ ആത്മാവിന്റെ ശക്തി എനിക്ക് എപ്പോഴും ആവശ്യമാണെന്ന് ഹല്ലേലൂയ ദാവീദ് തിരിച്ചറിഞ്ഞു. I can be succeed through the presence of the Lord. I need that presence every day. അതാണ് ദൈവത്തിന്റെ ഡിസയർ. That is the desire of അവന്റെ God. ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു ആഗ്രഹമുള്ളവരായി ദൈവത്തിന്റെ ജനം മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. The Lord today would like us to have a thirst for the presence of the Lord. ആ ഒരു ആഗ്രഹം ദാവീദിന്റെ ഹൃദയത്തിൽ ജ്വലിച്ചു വന്നു. David has that desire all the time. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, Today I'm going to tell you, ദാവീദിനെ പോലെ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. if you have a thirst for the God like David, കർത്താവേ ഞാൻ വീണുപോയി, we have to submit. കർത്താവേ പരാജയം എന്റെ ജീവിതത്തിൽ വന്നുപോയി, God, I have done something. എന്നാൽ ഞാൻ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. I'm not going to എനിക്കൊരു stay ഉയർത്തെഴുന്നേൽപ്പ് there. I ആവശ്യമാണപ്പാ. need to be overcome. എനിക്ക് അങ്ങയുടെ ഹല്ലേലൂയ വചനത്തെ അനുസരിച്ച് I need to listen to your കർത്താവേ word. അങ്ങയുടെ പാതയിൽ എനിക്ക് നടക്കണം. I need to follow your path. അതിന് അങ്ങയുടെ ആത്മാവിനെ എന്റെ മേൽ I പകരണമേ. need the Holy Spirit for അങ്ങയുടെ that. ആത്മാവിനെ എന്റെ മേൽ ഹല്ലേലൂയ അയക്കണമേ. To send your Holy Spirit to അങ്ങനെ me. നമ്മൾ പ്രാർത്ഥിച്ചാൽ, If you pray, അങ്ങനെ അതിനായി നമ്മൾ ദാഹിച്ചാൽ, if you have a thirst, ദാഹമുള്ളെടുത്ത് if you thirst, അവന്റെ ജലത്തെ പകരുന്നവനായ ദൈവം, God will give you വരണ്ട water. ദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വെള്ളത്തെ ഉറവകളെ തുറന്നു വിടുന്നവനായ ദൈവം, If there is a dry land, God is പരിശുദ്ധ going to give you ആത്മാവിന്റെ ഉറവ water. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി തുറക്കാൻ വിശ്വസ്തനാണ്. God is going to give you water. എത്ര പേർ അതിനായി ആഗ്രഹിക്കുന്നു? Do you have desire for എത്ര പേർ that? അതിനായി വാഞ്ചിക്കുന്നു? How many of you have desire for that? നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോൾ When we look at the സ്തോത്രം 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 അപ്പോസ്തലനായ പൗലോസ് ചിലരെ വരച്ചു കാണിക്കുന്നുണ്ട്. we can see in Paul's chapter, അപ്പോസ്തലനായ പൗലോസ് ആ ഉൾപ്രദേശത്ത് കൂടി സഞ്ചരിച്ചു വന്നപ്പോൾ when Paul was traveling to the ചില villages, ശിഷ്യന്മാരെ കാണുവാൻ തുടങ്ങി. he saw some disciples. അവരെ കണ്ടിട്ട് When he saw the അവരുമായി disciples, സംസാരിച്ചു he വന്നപ്പോൾ spoke with them. പൗലോസിന്റെ കാര്യം മനസ്സിലായി. Paul called something. ഇവരിൽ ആത്മാവില്ല. They don't have Holy Spirit. എങ്ങനെയാണ് പരിശുദ്ധാത്മാവില്ലെന്ന് പൗലോസിന് മനസ്സിലായത്? How did Paul understood there is no Holy Spirit in the disciples? നമ്മുടെ വാക്കിൽ അറിയാൻ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടോ? The word what we are selling. നമ്മുടെ പ്രവൃത്തികളിൽ അറിയാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നയിക്കപ്പെടുന്നവനാണോ? You can see, you can testify our life. ഇവിടെ നോക്കിക്കേ, യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആ സ്തോത്രം ഡിസൈപ്പിൾസിനെയാണ് ഇവിടെ ആത്മാവില്ലാത്തവരായി കാണുന്നത്. Paul noticed that there is a disciple that doesn't have the Holy Spirit. അവരോട് ചോദിക്കുകയാണ്, They asked, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുവോ? Paul asked to the disciples, if you അവരുടെ believe in മറുപടി എന്താണെന്ന് Jesus, അറിയാമോ? they replied to Paul, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. we didn't even hear about ഇത് Holy പഴയ Spirit. നിയമത്തിലല്ല, This is not the Old ഓൾഡ് Testament. ടെസ്റ്റമെന്റിൽ ഒരു ദൈവ പൈതൽ ആത്മാവിന് വേണ്ടി ദാഹിക്കുമ്പോൾ In Old Testament we can see that one പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകിയ ഈ കൃപായുഗത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു കൂട്ടം ദൈവ മക്കൾ, ഒരു കൂട്ടം ഡിസൈപ്പിൾസ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ലെന്ന്. when we came into the New Testament, we already know the Holy Spirit. Some of the people are telling that we never heard about Holy ഇത് Spirit. എങ്ങനെ സംഭവിച്ചു? How this happened? ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പോൾ അന്വേഷിക്കുമ്പോൾ Paul was thinking how അവർ this പറയുന്നത് happened. എന്താണെന്നറിയാമോ? They replied, ഞങ്ങൾ സ്നാനപ്പെട്ടത് യോഹന്നാൻ we സ്നാപകനാണ്. baptized by the യോഹന്നാൻ. John the Baptist. അപ്പോൾ പൗലോസിന്റെ വാക്യപ്രകാരമായിരുന്നു. Then Paul replied, യോഹന്നാൻ നിങ്ങളെ സ്നാനപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. that is right, the Baptist baptized you. പക്ഷേ യോഹന്നാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. But he told you something. എന്താ പറഞ്ഞെന്ന് അറിയാമോ? What did he say? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, There is somebody coming behind me. അവനെ നിങ്ങൾ നോക്കണം, You look at him. അവനെ നിങ്ങൾ അനുഗമിക്കണം. You have to follow him. ഞാനാണ് നിങ്ങളെ സ്നാനപ്പെടുത്തിയത്, Right, I am the one പക്ഷേ who നിങ്ങൾ ഫോളോ baptized you. ചെയ്യേണ്ടത് എന്റെ പിന്നാലെ But you വരുന്നവനെയാണ്. have to follow the one who is behind me. നമ്മെ സ്നാനപ്പെടുത്തിയത് പല അഭിഷിക്തന്മാരായിരിക്കാം. You know, we are baptized by somebody, എന്നാൽ but അവരെയല്ല നമ്മൾ ഫോളോ we ചെയ്യേണ്ടുന്നത്. are not following them. നമ്മൾ സ്നാനപ്പെടുത്തിയ ഹല്ലേലൂയ, നമ്മൾ ആരോടാണ് സ്നാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ് സ്നാനമേറ്റിരിക്കുന്നത്. Why we are baptizing? We are joining with Christ. തിരുവചനം വിളിച്ചു പറയുന്നത് ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. That means we are joining with the crucifixion and resurrection and ascending to God. Amen. Jesus. Hallelujah. അപ്പൊ അത് മനസ്സിലാക്കി കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കും. If you believe it and follow this, you will receive the Holy അല്ലാതെ ഞാൻ Spirit. സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ If you think that I'm baptized, നമുക്ക് അഭിഷേകം പ്രാപിക്കാൻ you കഴിയത്തില്ല. don't get the Holy Spirit. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, That's
ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തിയെങ്കിലും That's why John എന്റെ പിന്നാലെ വരുന്നവനെ നിങ്ങൾ അനുഗമിക്കണം. That's why John said you need to follow the Jesus. ആമേൻ. Hallelujah. ഇവിടെ എന്ത് പറ്റി? What happened here? ഇവിടെ ഈ ശിഷ്യന്മാർ വീണ്ടും അപ്പോസ്തലനായ പൗലോസിനാൽ സ്നാനമേൽക്കുവാൻ തുടങ്ങി. They again baptized through അവർ the സ്നാനമേറ്റ് Paul. കഴിഞ്ഞപ്പോൾ When after they baptized, പൗലോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. Paul prayed for them. അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു. They received the Holy Spirit. അവർ യേശുവിനെ അനുഭവിച്ചറിയാൻ തുടങ്ങി. They experienced the Holy Spirit. ഇന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് Then we can see അവർ യേശുവിനെ സാക്ഷീകരിക്കുന്നതാണ്. they started to spread the gospel. അവരുടെ ഭയം മാറിയതാണ്. They were no more അവർ scared. പിന്നെ പരിശുദ്ധാത്മാവിനെ അറിയത്തില്ലെന്നല്ല പറഞ്ഞത്. Then they said we don't know the അതിനുവേണ്ടി Holy വീണ്ടും Spirit. വീണ്ടും ദാഹിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് അവർ നടന്നു They have കയറിയത്. more thirst for Holy Spirit. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Today God wants us to know നമ്മൾ യേശുവിനോട് ചേരുകയും we have to join with Jesus Christ. അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് നാം ഏകീഭവിക്കുകയും We need to join with the crucifixion, resurrection and ascending to Jesus. അതോടൊപ്പം തന്നെ അഭിഷേകം നമ്മളിലേക്ക് പകരുന്ന പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തുകൊണ്ട് And we need to receive the anointing Holy Spirit. നമ്മൾ മുന്നേറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. We need to lead a life. അങ്ങനെ മുന്നേറിയാൽ മാത്രമേ If we lead a life according to that, ജയകരമായ ഒരു ജീവിതം നയിക്കാൻ we കഴിയത്തുള്ളൂ. can success in our life. അത് ആത്മീയ ജീവിതം മാത്രമല്ല, കേൾക്കണം, ആത്മീയ ജീവിതം മാത്രമല്ല, This is not only the spiritual life, കുടുംബ ജീവിതം മാത്രമല്ല, not only the family life, നമ്മുടെ പേഴ്സണൽ ലൈഫ് വരെ the personal life itself. സക്സീഡ് ആക്കുവാൻ തക്കവണ്ണം, സക്സസ് ആക്കുവാൻ തക്കവണ്ണം To be successful, നമുക്ക് കഴിയും. we can do that. ഹല്ലേലൂയ. Hallelujah. തിരുവചനം വിളിച്ചു പറയുന്നു, റോമാലേഖനം വിളിച്ചു പറയുന്നു, Romans telling ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവനും if you're leading through the Holy Spirit, ദൈവമക്കളാകുന്നു. we are the son of God. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടോ? Hallelujah. ആത്മാവിനാൽ ലീഡ് ചെയ്യുന്നവനല്ലേ ദൈവ പൈതല്. If you are led by the Holy Spirit, you are ജഡത്താൽ the ലീഡ് son of ചെയ്യുന്നവൻ God. ദൈവ പൈതലല്ലെന്ന് If you are led by the flesh, you are ലോകത്തിൽ not. പലരും പ്രസംഗിക്കുന്നുണ്ട്, We can see lots of പലരും preaching. പാടുന്നുണ്ട്, We are singing. കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. We are stand for God. പക്ഷേ അവർ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം, But we need to ഞാൻ realize, ആത്മാവിനാണോ ലീഡ് ചെയ്യപ്പെടുന്നത്? am I leading by the Holy Spirit? ജഡപ്രകാരമാണ് നാം ലീഡ് If ചെയ്യപ്പെടുന്നതെങ്കിൽ you are leading by the ദൈവത്തെ flesh, വചനം വിളിച്ചു പറയും, നമ്മൾ ദൈവ പൈതലല്ലെന്ന്. we are not the son of God. പ്രൈസ് ദി ലോർഡ്. Hallelujah. അങ്ങനെ ഉണ്ടാകാതിരിപ്പാൻ, Yes, അങ്ങനെ നമുക്ക് ഭവിക്കാതിരിപ്പാൻ if it is not happen in our life, ആത്മാവിനാൽ നിറയപ്പെടേണ്ടത് we need ആവശ്യമാണ്. to fill by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയേണ്ടത് We need to ആവശ്യമാണ്. understand